നിങ്ങൾക്കറിയോ ഖബ്ബാബ് ഇബ്നു ഹർറത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ചതാണ്. പ്രവാചകൻ മക്കയിൽ ഈ ദീന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. വല്ലാത്തൊരു പ്രവാചകനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്, ഏകദൈവ വിശ്വാസം അയാൾ പറയുന്നുണ്ടെന്നൊക്കെ കേട്ടിട്ട് ഖബ്ബാബിന് എന്താ ജോലി എന്നറിയോ? ഖബ്ബാബ് കൊല്ലപ്പണിക്കാരനായിരുന്നു. ഉലയിൽ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ ഖബ്ബാബിന്റെ യജമാനത്തി ഉമ്മു അമ്മാറ, ആ ഉമ്മു അമ്മാറയുടെ പണിക്കാരനായിരുന്നു ഖബ്ബാബ്. ഉലയിൽ ഇങ്ങനെ തിരിച്ച് ഫഹം ചെയ്ത് ഇരുമ്പുകൾ ഒരുക്കി ആയുധങ്ങളും അതേപോലെ തന്നെ പാചക ഉപകരണങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന പടച്ചട്ടകൾ ഉണ്ടാക്കുന്ന പണിയായിരുന്നു ഈ ഉമ്മു അമ്മാറക്ക്. അവരുടെ പണിക്കാരനായിരുന്നു ഖബ്ബാബ്. നിങ്ങൾക്കറിയോ ഖബ്ബാബ് ഈ ചില സമയത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകും, കാണൂല. എവിടെയും പോയെന്ന് വെച്ചാൽ പറയാണ്ടിരിക്കും. അങ്ങനെ അവസാനം പറഞ്ഞു, നീ മുഹമ്മദിന്റെ അടുക്കൽ പോകുന്നുണ്ടല്ലേ? ഞാൻ അങ്ങനെ പോയതല്ല, ഞാനൊന്നും ഇങ്ങനെ കേട്ടതാന്ന് പറഞ്ഞു. ഇനി പോകരുത്, ഇല്ല എന്ന് പറഞ്ഞു. പിറ്റേന്ന് വീണ്ടും പോയി. 2-3 തവണ പോയപ്പം ഖബ്ബാബിന് ഈമാൻ ഉറച്ചു. ഖബ്ബാബ് തന്റെ യജമാനത്തി ഉമ്മു അമ്മാറയോട് പറഞ്ഞു, നിങ്ങൾ ഈ വിമർശിക്കുന്ന പോകരുതെന്ന് പറയുന്ന മുഹമ്മദ്, ആ മുഹമ്മദ് പരിചയപ്പെടുത്തുന്ന റബ്ബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, എനിക്ക് ബോധ്യമുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമ്മു അമ്മാറ ഖബ്ബാബിനോട് പറഞ്ഞു പടച്ചട്ടയുണ്ടാക്കാൻ. അദ്ദേഹം ചുട്ടുപഴിക്കുന്ന ഈ ഉലതിരിച്ച് പടച്ചട്ടയുണ്ടാക്കി ആ പടച്ചട്ട 2 ക്ലിപ്പുകൾ കൊണ്ട് പിടിച്ച് ആ അമ്മാറിന്റെ മേൽ ധരിപ്പിച്ചു. ഉമ്മു അമ്മാറ, തന്റെ യജമാനത്തി ഉമ്മു അമ്മാറ ഖബ്ബാബിനെ ചുട്ടുപഴിപ്പിച്ച പടച്ചട്ട ധരിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, മാംസങ്ങളെല്ലാം കത്തിക്കരിഞ്ഞ് ജീവൻ മാത്രം ബാക്കി. നിങ്ങൾക്കറിയുമോ, റസൂലുള്ളാഹിന്റെ കാലത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞ് അബൂബക്കർ സിദ്ദീഖിന്റെ ഖിലാഫത്ത് 10 വർഷത്തോളം ഏകദേശം അതിന്റെ മുകളിൽ. അതിനുശേഷം ഉമർ ഖത്താബിന്റെ ഭരണകാലം. ആ കാലത്തൊക്കെ ജീവിച്ച സഹാബാക്കൾ ഖബ്ബാബിനെ കണ്ടിട്ടുണ്ട്. പിന്നീട് അവരുടെ കൂട്ടത്തിൽ ഒരു സഹാബി ഉണ്ടായിരുന്നു, എപ്പോഴും കട്ടിയുള്ള പുതപ്പുകളെ ധരിച്ച് അവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സഹാബി. ചുട്ടുപഴിക്കുന്ന മക്കയുടെ മണരാരണ്യത്തിൽ എസിയില്ലാത്ത കാലത്ത് എല്ലാ ആളുകളും പരമാവധി വസ്ത്രങ്ങൾ കുറച്ച് ഔറത്തുകൾ മറച്ച് ജീവിച്ച കാലത്ത് ഒരു മനുഷ്യൻ കട്ടിയുള്ള പുതപ്പുകൾ മുകളിലിട്ട് ജീവിച്ചിരുന്നു ഒരാൾ. ഉമർ ഖത്താബിന്റെ ഭരണകാലം സദസ്സിൽ നിന്ന് എന്തിനോ ഒന്ന് കുനിഞ്ഞതാണ്. ആ കുനിഞ്ഞ സമയത്ത് ആരാ കുനിയുന്നറിയോ? ഈ പുതപ്പെട്ട ആളാരാൻ? ഖബ്ബാബ് കുനിഞ്ഞപ്പോ ഖബ്ബാബിന്റെ പുതപ്പങ്ങോട്ട് വീണ സമയത്ത് ധീരനായ ഉമർ കണ്ണുപൊട്ടി. സഹാബാക്കൾ മുഖം തിരിച്ചു, കാണാൻ കഴിയുന്നില്ല. വെറും എല്ലിന്റെ മുകളിൽ നേർത്ത തൊലി മാത്രമുള്ള ഒരു മനുഷ്യൻ. ആ നേർത്ത തൊലി ഒരിളം ചൂട് പോലും തട്ടാൻ കഴിയാത്ത വിധം സഹിക്കാനാകാതെ കട്ടിയുള്ള പുതപ്പ് നമ്മുടെ മാംസം കണക്കെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഇളം തൊലിയിൽ ചൂട് തട്ടിയാൽ സഹിക്കാനാവാതെ ആന്തരിക അവയവങ്ങൾക്ക് ചൂട് തട്ടിയാൽ തനിക്ക് സഹിക്കില്ലെന്ന് വിചാരിച്ച് കട്ടിയുള്ള പുതപ്പ് ധരിപ്പിച്ചു വർഷങ്ങളോളം ഖബ്ബാബ് അങ്ങനെ ജീവിച്ചു. എന്തിന്റെ പേരിൽ നിങ്ങൾ ആലോചിക്കും? എന്തിന്റെ പേരിൽ ഈ ചുട്ടുപഴിക്കുന്ന മക്കയിൽ ഈ പുതപ്പ് ധരിച്ച് ഈ മനുഷ്യൻ ജീവിച്ചത്? എന്തിനാ പ്രിയപ്പെട്ടവരെ? ആവുന്നില്ല. ഒരു കാറ്റ് പോലും, ഒരു ഇളങ്കാറ്റ് പോലും ഖബ്ബാബിന്റെ തൊലിക്ക് പറ്റുന്നില്ല. അങ്ങനെ പുതപ്പെട്ട് ജീവിച്ചു. എന്തിന്റെ പേരിൽ? അല്ലാഹുവിൽ വിശ്വസിച്ചു, അവന്റെ റസൂലിൽ വിശ്വസിച്ചു എന്ന് ഉറക്കെ പറഞ്ഞതിന്റെ പേരിൽ.